ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഡ്രീം കേക്ക് റെഡിയാക്കിയെടുക്കാം. ഡ്രീം കേക്കിനൊക്കെ ഒരുപാട് റേറ്റ് ആണല്ലോ. അപ്പം നമുക്ക് വീട്ടിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിലും രുചിയിൽ ഒട്ടും മാറ്റമില്ല, നല്ല ടേസ്റ്റുള്ള ഡ്രീം കേക്ക് തന്നെയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ 35 രൂപയുടെ ഒരു പേക്ക് ഓറിയോയും 10 രൂപയുടെ ഒരു പേക്കുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ 10 രൂപയുടെ ബിസ്ക്കറ്റ് ഇപ്പോഴാണ് മാറ്റി വെച്ചിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മുടെ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് നമ്മൾ ഈ 35 രൂപയുടെ ബിസ്ക്കറ്റാണ്. ഒരു 12 ബിസ്ക്കറ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് ഈ ക്രീമോട് കൂടെ തന്നെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. 10 രൂപയുടെ ബിസ്ക്കറ്റ് നമുക്ക് മാറ്റി വെക്കാം, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ക്രീമൊന്നും ഒഴിവാക്കി എടുക്കുന്നില്ല, ക്രീമോടുക്കനെ തന്നെയാണ് നമ്മൾ ഇതുപോലെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. 2 സ്പൂണ് പഞ്ചസാരയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 ട്രിപ്പായിട്ടാണ് നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതുപോലെ 1/2 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ടും നമുക്കിതിലേക്ക് ആവശ്യമില്ല, ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 കപ്പ് പാലിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബേസിന് വേണ്ടിയിട്ട് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1/2 കപ്പ് പാലെടുത്തിട്ട് 1/4 കപ്പ് പാലേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഈ കേക്ക് ടിന്നിലാണ് നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. നമുക്കിതുപോലെ ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കേക്ക് ടിൻ ഇല്ലാത്തവർ ചോറ്റുപാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ റെഡിയാക്കി എടുത്താലും മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഇതുപോലെ കേക്ക് ടിൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡ്രീം കേക്ക് ആകുമ്പോൾ നമുക്ക് ചെറിയ കേക്കിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ തന്നെ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയാക്കുന്നത് ഓവനിലൊന്നുമല്ല, അതുപോലെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലൊരു കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഈ സ്റ്റാൻഡിലേക്ക് നമ്മുടെ കേക്ക് ടിൻ അങ്ങ് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കേക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് അങ്ങ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം, നമ്മുടെ കേക്ക് റെഡി ആയിക്കണോ ഇല്ലേ എന്നുള്ളത് നമുക്കിതുപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കേക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് നമ്മൾ കേക്ക് മാറ്റിയെടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത്രയും ഹൈറ്റ് മതി നമുക്ക് ഡ്രീം കേക്കൊക്കെ ആകുമ്പോൾ, ഇത്രയും ഹൈറ്റിലുള്ള കേക്ക് മതി. അപ്പോൾ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് റെഡിയാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേക്കാണ്. നല്ല സോഫ്റ്റാണ്, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡ്രീം കേക്ക് റെഡിയാക്കുന്ന ടിൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലാത്തവർ ചോറ്റും പാത്രം എടുത്താലും മതി. അപ്പോൾ ഞാനെൻ്റെ കയ്യിൽ ഇതുള്ളോട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ കേക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ തന്നെ ഹോളിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം.
നമ്മുടെ കേക്കിൻ്റെ മുകളിലൂടെ നമ്മൾ ഷുഗർ സിറപ്പിന് പകരം നമ്മൾ ഇതുപോലെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും പാലും കൂടെ നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിലൂടെ ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നല്ലതുപോലെ തന്നെ അങ്ങോട്ട് താണു പോകും. അപ്പോൾ ഇനി നമുക്ക് മുഴുവനായിട്ടും നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനി പാൽ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്താലും മതി. അതുപോലെ പാലാവുമ്പോൾ ഒരു കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. നമ്മൾ അടുത്ത ലെയർ റെഡിയാക്കി എടുക്കുമ്പോഴത്തേന് നമുക്കിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള 1/2 കപ്പ് പാലും നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുക്കാം, ഒന്ന് തണുപ്പിച്ചെടുക്കാം. അല്ലേ, നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള പാല് ഫുള്ളും നമ്മുടെ കേക്കിൽ ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ അടുത്ത ലെയർ റെഡിയാക്കുമ്പോഴത്തേന് ഒന്ന് തണുത്തിട്ട് വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലെയർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കിയിട്ട് നമ്മുടെ പഞ്ചസാര അങ്ങ് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ 10 രൂപയുടെ ഓറിയോ ബിസ്ക്കറ്റ് നമുക്കൊരു 4 ബിസ്ക്കറ്റ് ഇതിലേക്ക് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. നമുക്ക് മിക്സിയിൽ വേണമെങ്കിൽ പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ചെറുതായിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് ഒന്ന് കടിച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് നല്ലതുപോലെ തന്നെ പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ബിസ്ക്കറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് 2 ഉള്ളൂ ബിസ്ക്കറ്റ് എങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് മെൽറ്റാവുന്നത് വരെ നമുക്ക് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് വേണം നമ്മളിതുപോലെ ചെയ്യാൻ. നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ നല്ലതുപോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ കൈ കൊണ്ട് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തീ സിമ്മിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ തന്നെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ 40 രൂപയുടെ ഒരു ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്കൊരു 4 പീസാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു 4 പീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടിൽ തന്നെ ഇട്ട് കൊടുത്താൽ ഡയറി മിൽക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ ഗ്യാസ് ഇപ്പോൾ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി നമുക്ക് എടുത്ത് വെക്കാം, നമുക്ക് അടുത്ത ലെയറിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ചൂടുള്ള ഇതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡയറി മിൽക്ക് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള സെക്കൻഡ് ലെയറാണിത്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാറിയാൽ തന്നെ നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള നമ്മുടെ കേക്ക് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ നമ്മുടെ കേക്ക് ആ പാലൊക്കെ നല്ലതുപോലെ തന്നെ കുടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെയർ നമ്മുടെ കേക്കിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ചെറുതായിട്ട് ചൂടുണ്ട്. ആ ചൂട് കൊടുക്കാൻ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നല്ലതുപോലെ തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ കേക്കിൻ്റെ മുകളിലൂടെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ തന്നെ അങ്ങ് എല്ലാ ഭാഗത്തും അങ്ങ് പരത്തി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളിത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഇനി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുള്ളൂ. കാരണം നമ്മൾ രണ്ടാമത്തെ ലെയർ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു ചൂട് കൊടുക്കാനാണ്. അപ്പോൾ ആ ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം കുറച്ച് സമയം കൂടെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ചൂട് കൊടുക്കാൻ തന്നെ വെക്കരുത്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ 20 രൂപയുടെ മിൽക്കി ബാറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചുടുവെള്ളത്തിൽ ഒരു പാത്രത്തിൽ കുറച്ച് ചുടുവെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 20 രൂപയുടെ മിൽക്കി ബാറാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ലെയർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമ്മൾ ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മിൽക്കി ബാർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ആ ബാക്കി ഭാഗവും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് മെൽറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും. മിൽക്കി ബാറും ഡയറി മിൽക്കൊക്കെ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ലതുപോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ലെയറായിട്ട് നമുക്ക് നമ്മുടെ ഈ ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇതുപോലൊരു സ്പൂണ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഒരേ ലെവലാക്കിയിട്ട് അങ്ങ് പരത്തി കൊടുക്കാം. അപ്പം നമ്മളിത് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് നമ്മുടെ ഈ കേക്കിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. നമ്മുടെ അടുത്ത ലെയർ റെഡിയാക്കുന്ന സമയം വരെ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇനി അടുത്ത ലെയർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു 40 രൂപയുടെ ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതും നമ്മൾ ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 40 രൂപയാണ്. അപ്പോൾ 40 രൂപയുടെ ഒരു ഡയറി മിൽക്ക് മതി. അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങ് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിലാണെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഡ്രീം കേക്ക് തന്നെ നമ്മളെ വീട്ടിൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഡയറി മിൽക്ക് ആവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും. കൂടുതൽ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആ ചൂട് ഉള്ളതിൽ വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയായിട്ട് വരും. അപ്പോൾ ഇനി നമുക്കത് നല്ലതുപോലെ തന്നെ അങ്ങ് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡയറി മിൽക്കൊക്കെ ഇവിടെ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഡയറി മിൽക്ക് എടുത്തിട്ടുള്ളൂ. നമ്മുടെ 4ാമത്തെ ലെയർ നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. 4ാമത്തെ ലെയറായിട്ട് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. അത് നമ്മൾ ആദ്യത്തെ 2 ലെയറും നല്ലതുപോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ലെയറായിട്ട് നമ്മുടെ ഡയറി മിൽക്കിൻ്റെ മിക്സും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി എല്ലാ ഭാഗത്തേക്കും ഒരു സ്പൂണ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതങ്ങ് പരത്തി കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും അങ്ങ് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ 4ാമത്തെ ലെയർ നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നമ്മുടെ 5ാമത്തെ ലെയറായിട്ടുള്ള കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി കൊക്കോ പൗഡർ ഇല്ലാത്തവർക്ക് ബൂസ്റ്റ് പൊടി അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളോട്ടാണ് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് കൊക്കോ പൗഡർ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി കൊക്കോ പൗഡർ ഇല്ലാത്തവർക്ക് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇനി നമുക്കിത് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. കാരണം നമ്മുടെ അടിയത്തെ ലെയറൊക്കെ നല്ലതുപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കോരി നോക്കാം.
അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രീം കേക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ടേസ്റ്റിൽ ഒട്ടും മോശമല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നമ്മൾ ആ ലെയറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.